എല്ലാവർക്കും ഡാസ്ലിംഗ് വേൾഡ് ഓഫ് റെസിപ്പീസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് അരിപ്പൊടിയും തേങ്ങയൊക്കെ വെച്ച് ഉണ്ടാക്കാൻ പറ്റിയ നല്ല ഒരു പലഹാരത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ്. കാണുമ്പോൾ ഒരു ഏലാഞ്ചിപ്പ് പോലെ തോന്നുമെങ്കിലും ഇത് കുറച്ചും കൂടെ ഒന്ന് ഡിഫറെൻ്റ് ആണ്. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്കിതിന് വേണ്ട മാവ് ഉണ്ടാക്കിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു കപ്പോളം അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. മാവ് കുറച്ചും കൂടെ സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ട് ഒരു അര കപ്പും കൂടെ മൈദയാണ് നമ്മളിവിടെ ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. ഇനി അടുത്തതായിട്ട് നമുക്ക് ഇതിലേക്ക് വേണ്ട ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതേപോലെ ഒരു ചെറിയ മധുരം കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ ഒരു 3 ടീസ്പൂണോളം ശർക്കര നീര് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിന് പകരമായിട്ട് നമുക്ക് പഞ്ചസാര ആയാലും ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. കൂടുതൽ വേണ്ട, ചെറുതായിട്ട് മാത്രം മതി. അതിനുശേഷം നമുക്കൊരു വിസ്കോ അല്ലെങ്കിൽ ഏതെങ്കിലും സ്പൂണൊക്കെ ഉപയോഗിച്ചിട്ട് ഇത് നല്ല പോലെ ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം നമ്മളിതിലോട്ട് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ഇതൊന്ന് ബാറ്റർ റെഡിയാക്കി എടുക്കണം. അപ്പോൾ നമ്മൾ ഈ ഒരു അളവ് മാവ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് നമുക്കിവിടെ ഒരു 1.5 കപ്പോളം വെള്ളമാണ് ആവശ്യമായിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ 1.5 കപ്പോളം വെള്ളം കൂടെ ചേർത്തിട്ട് ഇത് നല്ല പോലെ കട്ടയില്ലാതെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ ഇങ്ങനെ വിസ്കൊന്നും ഇല്ലെങ്കിൽ ഇതിന് പകരമായിട്ട് നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇതെല്ലാം ഇട്ടിട്ട് ഒന്ന് അടിച്ചെടുത്താലും മതി കേട്ടോ. അപ്പോൾ ഈ ഒരു ലൂസായിട്ടുള്ള ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് കിട്ടുക. ഇനി നമുക്കിതൊരു 15 മിനിറ്റോളം നമുക്കൊന്ന് മാറ്റി വയ്ക്കുക. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് നമ്മുടെ ഫില്ലിങ് റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ ഒരു പാനിലോട്ട് 1 ടീസ്പൂണോളം നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നെയ്യ് നല്ല പോലെ ഉരുകി വരുമ്പോഴത്തേക്കും 2 ഏലക്കായും ഒരു ചെറിയ പീസ് കറുകപ്പട്ടയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിന് പകരമായിട്ട് ലാസ്റ്റ് നമുക്ക് ഏലക്കാപ്പൊടിയായാലും ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഇനി ഇതിലോട്ട് നമുക്ക് 1 കപ്പോളം നല്ല ചെറിയ തേങ്ങയും കൂടെ ചേർത്തിട്ട് നമുക്ക് ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇത് 2 മിനിറ്റോളം നല്ല പോലെ ഒന്ന് വറുത്തെടുക്കണം. ഈ തേങ്ങയുടെ ഒക്കെ ഒരു പച്ച മണമൊക്കെ മാറി വരുമ്പോഴത്തേക്കും നമുക്കിതിലോട്ട് ഒരു അര കപ്പോളം ശർക്കര ഉരുക്കിയെടുത്തത് നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ അധികം വെള്ളം ചേർക്കാതെ തന്നെ ശർക്കര ഉരുക്കിയെടുത്താൽ മതി. നമ്മളിവിടെ 1 കപ്പ് ശർക്കര 1/4 കപ്പ് വെള്ളത്തിലാണ് ഉരുക്കിയെടുത്തിട്ടുണ്ടായിരുന്നത്. അത് നല്ലപോലെ അരിച്ചതിന് ശേഷമാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ഈ തേങ്ങയുടെ കൂടിയിട്ട് നന്നായിട്ടൊന്ന് വലിയിച്ചെടുക്കുക. ഇനി അടുത്തതായിട്ട് ഒരു 1.5 കപ്പോളം നല്ല കട്ടിയുള്ള പാല് ചെറിയ തീയിൽ ഒരു 20 തൊട്ട് 25 മിനിറ്റ് വരെ നന്നായിട്ട് കുറുക്കിയെടുത്തിട്ടുള്ള ഒരു പരിവാണ് കേട്ടോ ഇത്. അതായത് ഒരു 20 തൊട്ട് 25 മിനിറ്റ് വരെ ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ട് പാലൊന്ന് തിളപ്പിച്ചെടുത്താൽ മതി. അപ്പോൾ നമുക്ക് ഇതേപോലെ കിട്ടും കേട്ടോ. അപ്പോൾ അതും കൂടെ നമുക്ക് ഈ തേങ്ങയുടെ ഒപ്പം നമ്മൾ ചേർത്ത് കൊടുക്കാം. കാരണം ഇതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഇത് ഓപ്ഷണലാണ്, ഇത് നിർബന്ധമില്ല. പക്ഷേ ഇത് ചേർത്തിട്ടുണ്ടെങ്കിൽ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇതിന് പകരമായിട്ട് നമുക്ക് വേണമെങ്കിൽ ഒരു അര കപ്പ് പാലായാലും ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. പക്ഷേ ഇങ്ങനെ ചേർക്കുന്നതായിരിക്കും കുറച്ചും കൂടെ ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ അതും കൂടെ ചേർത്തിട്ട് നമുക്കിത് നല്ല പോലെ ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് നന്നായിട്ട് ഇതൊന്ന് കുറുക്കിയെടുക്കണം. അപ്പോൾ ഇതിലെ വെള്ളത്തിൻ്റെ അംശമൊക്കെ പോയി നല്ല ഡ്രൈ ആയി കിട്ടുന്ന വരെ നമുക്കൊരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കുക. അപ്പോൾ ആദ്യം ഏലക്ക ചേർക്കാത്തവർക്ക് വേണമെങ്കിൽ ഈ സമയത്ത് ഏലക്കപ്പൊടി ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. എന്നിട്ട് ഇത് കണ്ടോ, ഈ ഒരു പരിവാവുന്ന വരെ നമ്മൾ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം. കണ്ടോ, നല്ല ഡ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. വെള്ളത്തിൻ്റെ അംശം തീരെ പാടില്ല. ഈ ഒരു പരിവായിട്ട് വേണം നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് നമ്മുടെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുള്ള നമ്മുടെ ബാറ്ററി എന്തായി നോക്കാം. അപ്പോൾ നമ്മുടെ ബാറ്ററി കണ്ടോ ഇപ്പോൾ കുറച്ചും കൂടെ ഒന്ന് തിക്കായി കിട്ടിയിട്ടുണ്ട്. അതായത് നമ്മൾ ഒരു 15 മിനിറ്റ് മാറ്റി വെച്ചല്ലോ, ആ സമയം കൊണ്ട് കണ്ടോ ഈ ഒരു പരിവായി കിട്ടിയിട്ടുണ്ട്. ഈ മാവ് നല്ല പോലെ സ്പൂൺ കൊണ്ട് ഇളക്കിയിട്ട് വേണം നമ്മളിത് ദോശ പോലെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരു നോൺ സ്റ്റിക്ക് പാൻ വയ്ക്കുക, അതായിരിക്കും ഏറ്റവും നല്ലത്. അതിലോട്ട് ആവശ്യമുണ്ടെങ്കിൽ കുറച്ച് എണ്ണ പുരട്ടിയതിന് ശേഷം നമുക്ക് ഇതിലോട്ട് നമ്മുടെ ഒരു തവി മാവ് ഒഴിച്ച് ദോശ പോലെ നമുക്ക് ചുട്ടെടുക്കണം. അതായത് ചെറിയ കനത്തിൽ വേണം നമ്മളിത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഫ്ലെയിം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ലോ ഫ്ലെയിമിലിടാം, വേണമെങ്കിൽ മീഡിയം ഫ്ലെയിമിലായാലും ഇടാം. എന്നിട്ട് മൂടി വെച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. പെട്ടെന്ന് തന്നെ റെഡിയാവും. ഒരു സൈഡ് റെഡി ആകുമ്പോഴത്തേക്കും നമുക്ക് ഈ പാനിൽ നിന്ന് എടുത്തിട്ട് ഒന്ന് മാറ്റി കൊടുക്കുക. അപ്പോൾ ഇതിൽ അടി പിടിക്കുന്ന പാത്രങ്ങളൊക്കെ ഉപയോഗിക്കാത്തതായിരിക്കും നല്ലത് കേട്ടോ. ഇത് പെട്ടെന്ന് അടി പിടിക്കും. അപ്പോൾ നോൺ സ്റ്റിക്ക് പാത്രമൊക്കെ ആണെങ്കിൽ അതിൽ കുറച്ച് എണ്ണ പുരട്ടിയതിന് ശേഷം ഉണ്ടാക്കിയെടുത്താലും മതി. അങ്ങനെ നമ്മുടെ ഒരു ദോശ നമ്മളിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ തേങ്ങയുടെ ഫില്ലിംഗ് ഉണ്ടല്ലോ, അത് നമുക്ക് ചേർത്ത് കൊടുക്കാം. ആ ഫില്ലിങ് കുറച്ചും കൂടെ ടൈറ്റായി നല്ല കട്ട പോലെ ആയിട്ടുണ്ടാവും. ഈ ഒരു പരുവത്തിൽ വേണം നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട്. എൻ്റെ കൈ കൊണ്ട് തന്നെ ഇതേപോലെ നീളത്തിൽ നമുക്കൊന്ന് ഷേപ്പ് ചെയ്തിട്ട് ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ വെച്ച് കൊടുക്കാം. അതിനുശേഷം നമ്മുടെ കൈ ഉപയോഗിച്ച് തന്നെ നല്ല ടൈറ്റായിട്ട് ഇതേപോലെ ഒന്ന് റോൾ ചെയ്ത് കൊടുക്കാം.
ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയൊക്കെ ദോശ ഉണ്ടാക്കി ഇതേപോലെ റോൾ ചെയ്ത് എടുക്കാം. അങ്ങനെ നമ്മുടെ സൂപ്പർ ടേസ്റ്റിലുള്ള നമ്മുടെ ഈ പലഹാരം റെഡി ആയിട്ടുണ്ട്. കുട്ടികൾക്കായാലും വലിയവർക്കായാലും വീട്ടിലെ വിരുന്നുകാരൊക്കെ വരുമ്പോൾ കൊടുക്കാൻ പറ്റിയ ഒരു സൂപ്പർ ഡിഷാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് അഭിപ്രായം പറയണം. ഓക്കെ, താങ്ക് യു.